എത്രമാത്രം വേരുറച്ചതാണ് ആ വിശ്വാസം, എത്രമാത്രം വേരുറച്ചതാണ് അവരുടെ ഈ അർപ്പണ ബോധം എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ വെയിലാണ്, ഇനി ആഹാരത്തിനായി അവർ കാത്തിരിക്കുകയാണ്. തിളച്ചു തൂവി കഴിഞ്ഞു. അപ്പോൾ ഇനി കാത്തിരിപ്പാണ്. നേദിക്കുക എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ചടങ്ങിനുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ വലിയ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഏതാണ്ട് ഈ അടുപ്പിൽ തീ കൊടുത്തപ്പോൾ ഈ ഭാവമൊക്കെ മാറി വലിയ വലിയ വിശ്വാസത്തിന്റെ ഭാഗമായി മാറി. ഇപ്പൊ ആഹാരം കഴിക്കുകയാണ് എല്ലാവരും. അതിന്റെ ഒരു ഘട്ടമാണ്. അമ്മ ആഹാരം കഴിച്ചോ? ഇല്ല, കഴിക്കാൻ പോണേ ഉള്ളൂ. ക്ഷീണിച്ചോ? ഇല്ല ഇല്ല, ക്ഷീണമൊന്നുമില്ല. എവിടുന്നാ വരുന്നത്? പട്ടിയൂർക്ക നെട്ടയോ. ഇവിടുന്നല്ലേ? എത്ര മണിയായി ഇവിടെ വരുന്നു? ഞാൻ 3 മണിയായി പറ്റി. അല്ല, എത്രാമത്തെ തവണയായി? കൊറേ പൊങ്കാലിട്ടുണ്ടോ? ഉണ്ടല്ലേ? 5-6 വർഷം കൊണ്ടേ ഇടേ. അതായത് അമ്മ ആദ്യമൊക്കെ എല്ലാവരും തിരിച്ചൊക്കെ നിന്നു, പിന്നെ ഈ അടുപ്പിന് തീ കൊടുത്തപ്പോ എല്ലാവരുടെയും ഭാവമൊക്കെ അങ്ങ് മാറി ഒരു വിശ്വാസത്തിന്. ഇപ്പൊ മാറൂല. ഇപ്പൊ ഇവിടെ ആയോണ്ട് കുഴപ്പമില്ല. അപ്പൊ എന്തായാലും എന്താണ് കാഴ്ച? അതായത് ഒരു ഭാവമാറ്റം നമ്മൾ കണ്ടു. ഇപ്പൊ ആഹാരം കഴിച്ച് നീതിക്കുക എന്ന് പറഞ്ഞ അവസാന ചടങ്ങ് കൂടിയാണുള്ളത് അല്ലേ? തീർച്ചയായും നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ കാണാം, അന്നദാനത്തിന്റെ വലിയ ക്യൂ ആണ് ഇവിടെ കാണുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഇരുവശത്തും അന്നദാന കൗണ്ടറുകൾ സജ്ജമാണ്. നീണ്ട ക്യൂ ആണ്. കാരണം പൊങ്കാലയെല്ലാം തിളച്ചു. ഇനിയിപ്പോ നിവേദിക്കത്തിന് സമയമാണ്. അതിനായി 2:15 വരെ കാത്തിരിക്കണം. നീണ്ട ക്യൂ എന്ന് പറഞ്ഞാൽ അങ്ങ് കിഴക്കേക്കോട്ടം മുതൽ അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് വരെ ഒരു ക്യൂ, അപ്പുറത്തെ വശത്തും സമാനമായ നിലയിലുള്ള ക്യൂ. ഇത്തരത്തിൽ എല്ലാം ഇനിയിപ്പോൾ കുറച്ചു നേരം അവർക്ക് വിശ്രമത്തിന്റെ സമയമാണ്. 2:15 കൂടിയാണ് നിവേദിക്കുന്നത്. അതിനുശേഷമാണ് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. അമ്മ എവിടുന്നാ? കണ്ണൂര്. പൊങ്കാല കണ്ണൂരിൽ നിന്നുള്ളവരല്ലേ? പൊങ്കാലയൊക്കെ ഇട്ടോ? ആദ്യമായിട്ടാണോ? രണ്ടാമത്തെ തവണ. ഇപ്പൊ ഇവിടെ ആചാര്യ ക്ഷേത്രത്തിലൊക്കെ പോയോ? ഇല്ല, പോണത്രേ. നമ്മള് ഒരു വേറെ വീട് പോയത് വരുമ്പം പോയിട്ട് ഇനിയിപ്പോ ഇന്ന് രാത്രിക്ക് മറ്റന്നാളെ പോലും നമ്മള് 5 ദിവസം. 5 ദിവസം. നമ്മുടെ 5 ദിവസത്തിന്റെ ട്രിപ്പിലുള്ള അമ്മയാണ്. കൂടെ ഇറക്കിയുണ്ട് നമ്മളെല്ലാരും ഉണ്ട്. നമ്മള് അനിയത്തിന്റെ മക്കള് നമ്മള് പരിചയപ്പെട്ട ട്രിപ്പിലുള്ള കന്യാകുമാരിയൊക്കെ പോയല്ലേ? താമസിച്ചത് അതന്നെ. മോളെ പൊങ്കാലിടാൻ വന്നാണോ? ഇട്ടോ? ആദ്യമായിട്ടാണോ? എങ്ങനെയുണ്ടായിരുന്നു പൊങ്കയൊക്കെ വന്നപ്പോ? കുഴപ്പമില്ല, ഒരു ശീലമുണ്ട് വീട്ടിനടുത്ത്. കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഇടാൻ അവസരം കിട്ടിയതിൽ സന്തോഷം.